ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് അക്വറിയം സ്കീപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. പിന്നെ അവിടെ എടുത്തേക്കുന്ന അക്വറിയത്തിൻ്റെ സൈസാണ് ഞാൻ ഇവിടെ മെഷർമെൻറ്റ് ചെയ്തിരിക്കുന്നത്. 45/28/30 അതാണ് ഞാൻ എടുത്തിരിക്കുന്ന അക്വറിയത്തിൻ്റെ സൈസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ലാവ ക്രഷാണ്. ലാവ ക്രഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാജിക് ഹോൾ കനം ലാവ ക്രഷ് എന്നൊക്കെ പറയും. ഈ ലാവ ക്രഷ് നമ്മൾ ഇടുന്നതിന് മുമ്പായിട്ട് അടിയിൽ ചെറിയൊരു ബേസ് കൊടുക്കുന്നുണ്ട്. സാധാരണ തെർമോക്കോൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതാണ് നമ്മൾ അടിയിൽ വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ മുകളിൽ വെക്കുന്നത് ഹെവി സ്റ്റോൺസ് ആണെങ്കിൽ ടാങ്ക് ക്രാക്ക് വീഴാൻ ചാൻസ് കൂടുതലാണ്. ഇതിലിപ്പോൾ നമ്മൾ ലാവ ക്രഷ് സ്ലോപ്പാക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ ഹൈറ്റ് കൂടുതലും ഒരു സൈഡിൽ ഹൈറ്റ് കുറവും. ഈ അക്വറിയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നതും ഈ കല്ല് തന്നെയാണ്. ഈ കല്ലിൻ്റെ പേര് വരുന്നത് സെൻ പെബിൾസ് എന്നാണ്. ഈ പെബിൾസ് നമ്മൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കവർ ചെയ്തിട്ടാണ് വരിക. നമ്മളതെല്ലാം ഇതേപോലെ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ നോക്കണം ഏത് രീതിയിൽ വെക്കണം, ഏത് മോഡലായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യേണ്ടി വരും. ഇതേപോലെ എനിക്കും വന്നിരുന്ന കൺഫ്യൂഷനൊക്കെ പലതവണ പല രീതിയിൽ വെച്ചിട്ടാണ് നമുക്കൊരു മോഡലിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഒറ്റ തവണ നമുക്ക് വെച്ചാലൊന്നും നമുക്കൊരു മനസ്സിലാവില്ല. ഇതിനുള്ളൊരു കാര്യം കൂടെ വിട്ടുപോയിരുന്നത് ആ റെഡ് സ്റ്റോൺ എടുക്കുന്നില്ലേ, ചെറിയ ചെറിയ പെബിൾസായിട്ട്, ആ സ്റ്റോണിൻ്റെ പേര് ഇത് ജേബിൽ ബ്രാൻഡിൻ്റെ മനാഡോ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ്. ഇത് പ്രകൃതിദത്ത മണ്ണിലെ ഒരു പോഷക മാധ്യമം എന്നൊക്കെ പറയാം. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവുമല്ലേ, ഇതിൽ നിന്നും പ്ലാന്റ് വളരാവുന്ന പ്ലാന്റുകളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇഷ്ട ബ്രാൻഡിൻ്റെ അക്വ സോയിലാണ്. ഇതിൻ്റെ pH ലെവലൊക്കെ വരുന്നത് 6.5 ആണ്. പിന്നെ ഇതിന് ബ്ലാക്ക് കളർ തന്നെയായിരിക്കും സോയിൽ വരുന്നത്. അഡീഷണൽ വേറെ കളറൊന്നും വരുന്നില്ല. നമ്മൾ മുന്നേ വെച്ചിരുന്ന സെൻ പെബിൾസിൻ്റെ ബാക്കിൽ സോയിൽ നിറയ്ക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ എത്ര ലിറ്റർ സോയിൽ യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 ലിറ്ററോളം നമ്മൾ സോയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യം നമ്മൾ വെച്ചിരുന്ന 3 സെൻ പെബിൾസാണ്, വലിയ ടൈപ്പ്. ഇപ്പോൾ നമ്മൾ 4 പെബിൾസ് ചെറുത് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് 4 ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഈ അക്വസ്കേപ്പിൽ നമ്മൾ ഫോർവേഡ് പ്ലാന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ശ്രീപത്മ ബ്രാൻഡിൻ്റെ മൈക്രാന്തം മോണ്ടിക്കാറിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർവേഡ് പ്ലാന്റ് ആയിട്ട്. ഇതിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യുന്നത് ഇലിച്ചാരിസ് വീപ്പാറ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇതിൽ നമ്മൾ ഒരു പ്ലാന്റ് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്ലാന്റ് പേര് ഹൈഡ്രോകോട്ടൈൽ ട്രിപ്പാറ്റ് ജപ്പാൻ എന്നാണ് അതിൻ്റെ പേര്. ഈ ഒരു അക്വസ്കേപ്പിൽ നമ്മൾ 3 പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ശ്രീപത്മയുടെ ടിഷ്യൂ കൾച്ചർ മോണ്ടിക്കാറിലോ ടൈപ്പ് വരുന്നത്. ഇതിൻ്റെ അടിയിൽ ഭാഗത്ത് ജെല്ലായിട്ട് വരിക. നമ്മൾ അതിൽ തന്നെ ജെല്ലെല്ലാം റിമൂവ് ചെയ്യണം. അതിനുശേഷം നമുക്ക് നോർമലായി പ്ലാന്റ് ചെയ്യാം. പ്ലാന്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ കാർപ്പറ്റ് പ്ലാന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ പ്ലാന്റ് ചെയ്യണം. അതിനുശേഷം ഇത് ഗ്രോ ആയി വരും. നമ്മൾ CO2 കൊടുത്തിട്ടാണ് നമ്മൾ ഈ അക്വസ്കേപ്പിങ് ചെയ്യുന്നത് തന്നെ. നോർമലായിട്ട് നമ്മൾ സ്റ്റാർട്ടപ്പ് കാണുന്ന പോലത്തെ അല്ല. ഒരു 1 മന്തോ ഒരു 1.5 മന്തൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ എല്ലാതും ഗ്രോ ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും അതെങ്ങനെയാണ് ഗ്രോ ആയിക്കുന്നത്, ഏത് രീതിയിൽ കാണാൻ പറ്റുക എന്നൊക്കെ. നമ്മൾ എല്ലാ പ്ലാന്റും നമ്മൾ ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ വീപ്പാറ നട്ടിട്ടുണ്ട്, ബാക്ക് സൈഡിലായിട്ട് ഹൈഡ്രോകോട്ടയിൽ നട്ടിട്ടുണ്ട്, ജപ്പാൻ നട്ടിട്ടുണ്ട്. പിന്നെ തൊട്ട് ബാക്കിലായിട്ട് നമ്മൾ നോക്കിയാൽ കാണാം അവിടെയും പ്ലാന്റ് ചെയ്തിട്ടുണ്ട് വീപ്പാറ തന്നെ. ഈ നോർമൽ പറവുകളെ പോലത്തെ അല്ല വീപ്പാറ, ഇത് കുറച്ചും കൂടെ ഹൈറ്റ് വരും. ട്രിപ്പാറ്റ് ജപ്പാൻ ആണെങ്കിലും അതൊരു ഏകദേശം പടർന്ന് കുറച്ച് മുകളിലായിട്ട് ഫ്ലോട്ട് ചെയ്ത പോലെ നിൽക്കുക. നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പോൾ നമുക്ക് ഇതിൽ വെള്ളം നിറച്ചിട്ടുള്ള വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ. വെള്ളം നിറയ്ക്കുന്നതൊക്കെ ഇത്തിരി ലേഖ ഉണ്ടാക്കി വെച്ചിട്ട് ഞാനത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമുക്കത് കാണാൻ പറ്റുക. ഇനി സ്റ്റാർട്ടപ്പ് നമുക്കിതൊരു ക്ലൗഡ്നെസ് ആയിട്ട് തോന്നും. നമുക്കിത് ഫിൽറ്റർ യൂസ് ചെയ്തില്ല. ഫിൽറ്റർ ഒന്ന് ഓണാക്കി കഴിയുമ്പോൾ ജസ്റ്റ് ക്ലൗഡ്നെസ് ഒക്കെ മാറും. ഈ ഫിൽറ്ററാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, സോബ ബ്രാൻഡിൻ്റെ. ഈ ഫിൽറ്ററിൻ്റെ പവർ വരുന്നത് 5 watts ആണ്. 280 ലിറ്റർ/ഹവറും വരുന്നുണ്ട്. ഇതാണ് ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ്. ഈ ലൈറ്റിൻ്റെ പേര് ഒഡീസിയസ് ലിംമാക്സ് LED അക്വേറിയം ലൈറ്റ് എന്നാണ്. ഈ ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഈ സൈഡിൽ ഹൈറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും. പിന്നെ നമുക്ക് അതിൻ്റെ പവർ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ചെറിയ രീതിയിലുള്ള അക്വസ്കേപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അയയ്ക്കുക.